നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കൊളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ ബുധനാഴ്ച രാത്രി കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. മയക്കുവെടി വയ്ക്കുന്നതിലൂടെ പുലി രക്ഷപ്പെട്ടുവെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ആശങ്കയിൽ പ്രദേശവാസികൾ. CPM കാസർഗോഡ് ജില്ലാ സമ്മേളന ചർച്ചയിൽ 35 പ്രതിനിധികൾ ആദ്യ ദിനത്തിൽ പങ്കെടുത്തു. 12 ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംസാരിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രെയിനിനു നേരെ കല്ലെറിഞ്ഞ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി റോഹൻ റോയി, ബദിയടുക്ക കുമ്പടാജി മവാറിലെ വി സുന്ദരൻ എന്നിവരാണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സപ്ലൈ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. സംസ്ഥാനത്തെ റേഷൻ കടകളോട് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന ആരോപണവുമായി പ്രതിഷേധക്കാർ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമസഭ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നേതാവ് പടന്നയിലെ VKP ഹമീദ് അലി വിടവാങ്ങി. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്ര അസംബ്ലി ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കൊളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ ഇന്നലെ രാത്രി കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. മയക്കുവെടി വയ്ക്കുന്നതിനിടെ പുലി രക്ഷപ്പെട്ടുവെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതേസമയം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാനാകാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. കൊളത്തൂർ വില്ലേജിലെ മടന്തക്കോട് പാറമടയ്ക്കുള്ളിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനായില്ല. മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിനിടെ പുലി രക്ഷപ്പെട്ടു. പുലർച്ചെ 3 മണിയോടെയാണ് മയക്കുവെടി വെച്ചത്. പുലിക്ക് മയക്കുവെടിയേറ്റതായും സംശയമുണ്ട്. പ്രദേശത്ത് രാവിലെ കനത്ത മൂടൽമഞ്ഞു കാരണം വെളിച്ചം വന്നതിനു ശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ചാളക്കാട് മടന്തക്കോട്ടെ കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള പാറക്കെട്ടുകൾക്കിടയിലെ മാളത്തിൽ പുലിയെ കണ്ടെത്തിയത്. മാളത്തിനുള്ളിൽ നിന്നുള്ള ഗർജനം കേട്ടാണ് വീട്ടുകാർ വിവരമറിഞ്ഞത്. തുടർന്ന് വനം വകുപ്പ് അധികൃതർ തുരങ്കത്തിൽ വലവെച്ച് മൂടി. പ്രദേശത്ത് നിരന്തരം പുലിയെ കാണാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പുലിഭീതി കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. നിലവില് പുലി രക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് എല്ലാ ആൾക്കാരും നിൽക്കുന്നത്. ഞാനും അതുപോലെ തന്നെയാണ്. ഇതിനെ പിടികൂടുകയായിരുന്നെങ്കിൽ വലിയ സമാധാനമായിരുന്നു. നാട്ടിലാകെയുള്ള താൽക്കാലികമായിട്ടുള്ള ഈ പുലി പേടിയിൽ ഒരു പ്രദേശം രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള ഒരു നല്ല സമാധാനത്തിലാണ് ഉണ്ടായത്. ഏതായാലും പുലി രക്ഷപ്പെട്ടു. അത് വെടിവെക്കാൻ പറ്റാത്തൊരു, അതായത് ഏറ്റവും ഈ കുടുങ്ങിയ സ്ഥലം എന്ന് പറയുന്നുള്ളത് ചെറിയ ഗുഹയാണെങ്കിലും അത് വളരെ താഴ്ന്നൊരു പ്രദേശമാണ്. ഉയർന്ന ആളുകൾക്ക് കയറി ചെല്ലാൻ പറ്റുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ പുലി, പട്ടി അതുപോലെയുള്ള ആളുകൾക്ക് മാത്രം മൃഗങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ വെടിവെക്കാനുള്ള സാഹചര്യം ഉദ്യോഗസ്ഥനും വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് നെറ്റ് മാറ്റി അകത്തേക്ക് ബന്ധപ്പെട്ട ഓഫീസർ, അയാളെ ജീവൻ രക്ഷപ്പെട്ടതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇപ്പം നമ്മൾ കാണുന്നില്ല. എന്തായാലും പുലിയെ നമുക്ക് ഓടിച്ചു വിടാൻ പറ്റുന്ന ഒരു സാഹചര്യം വീണ്ടും സൃഷ്ടിക്കാം. അദ്ദേഹം ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിട്ടുണ്ടത്. വല മാറ്റിയിട്ടുണ്ടായിരുന്നു. വല അവിടുന്ന് മാറ്റാതെ അതിനകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ പൊതുവായിട്ട് പറയുന്ന പോലെയല്ല. ഈ പാറമട എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വളരെ താഴ്ന്ന ഒരു ഒരു 1.5 അടിക്ക് താഴെയുള്ള വയർ മാത്രമേ ഈ ഗുഹക്കുള്ളൂ. കൊളത്തൂരിലും പരിസര പ്രദേശങ്ങളിലും 2 ആഴ്ചയിലേറെയായി പുലി ഭീഷണി നിലനിൽക്കുകയാണെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. മടന്തക്കോട് പ്രദേശം സന്ദർശിച്ച മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MLA. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഈ ബേഡുക്ക പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് ഈ പുലി വലിയ ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നലെയാണ് അത് നേരത്തെ കണ്ടുകൊണ്ടുണ്ട്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ അകലെ നിന്നാണ് കണ്ടത്. ഇന്നലെയാണെങ്കിൽ ഇവിടെ പുലി ഈ കേവിൻ്റെ അകത്ത് പെട്ടു. അപ്പോൾ ആളുകൾ കണ്ടു, അത് അലർച്ച കേട്ടു. അപ്പോൾ ആളുകളെല്ലാം നാട്ടുകാരെല്ലാം കൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. ഞാൻ ഇടപെട്ട് വനം വകുപ്പിൽ നിന്ന് കോഴിക്കോടിൽ നിന്നും വയനാട്ടിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്ന് മയക്കുവെടി വെച്ച് അതിനെ കീഴ്പ്പെടുത്തിയിട്ട് കൊണ്ടുപോകാം എന്ന നിലയിലാണ് വന്നത്. പുലർച്ചെ 3 മണിക്ക് മയക്കുവെടി വെച്ചു എന്ന് ഡോക്ടർ പറയുന്നു. കൊണ്ടിനറിയില്ല, പുലി രക്ഷപ്പെട്ടു, ഇവിടുന്ന് ഓടിയിട്ടുണ്ട്. അളവായാലും ഇല്ലാതിരുന്നത് നമ്മുടെ നാട്ടുകാരുടെയും
നല്ലൊരു ഭാഗ്യമായി കാണാം. ഈ പുലർച്ചെ 3 മണിക്ക് മയക്കുവെടി വെച്ചതൊരു സമയത്തിന്റെ ഒരു പ്രശ്നം വന്നില്ലേ? അതറിയില്ല. അതിപ്പോൾ അവർക്ക് അറിയും. എന്തുകൊണ്ട് പറഞ്ഞാൽ അത് സംബന്ധിച്ച് വിദഗ്ധന്മാരെയാണ് പിന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചത്. DFOയോട് ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ച് പറഞ്ഞത് അതിന് പിന്നെ ഉത്തരവാദപ്പെട്ട ഡോക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരത് ചെയ്തു. അതിന് സമയമൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല, 3 മണിയൊന്നും ഒരു പ്രശ്നമല്ല, ചെയ്തു. ആ ഡോക്ടർ രക്ഷപ്പെട്ട ഭാഗ്യമാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചാടിയത്. അത് രക്ഷപ്പെട്ടതിനൊരു ഭാഗ്യമാണ്. ഏതായാലും ഒരു കാര്യമുണ്ട്, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, നാട്ടുകാരെ മുഴുവൻ സംഘടിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവനം കൊണ്ട് അത് ഓടി. ഇനിയും ഇപ്പോൾ നമ്മുടെ നാട്ടിലതുണ്ട്. ഉടനെ അതിനെ പിടിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കുക, ഭീതിയിൽ നിന്ന് അവരെ പിന്നെ അങ്ങനെ രക്ഷപ്പെടുത്തുക എന്നാണ് ചെയ്യേണ്ടത്. അതിന് വനം വകുപ്പും ഉദ്യോഗസ്ഥന്മാരും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. വനം വകുപ്പിന്റെ ഭാഗത്ത് ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അലംഭാവം ഒന്നും അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം എന്താ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അലംഭാവം ഒന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഇത് കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതിന് പെടുന്ന എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ക്യാമറ വെച്ചിട്ടുണ്ട്, ഇവിടെ ട്രേസ് ഔട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കേവ് കൂട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവരും പിന്നെ അവർക്ക് തന്നെ ഒരു പരിമിതിയുണ്ട്. പിന്നെ ഉടനെ കാണുമ്പോഴത്തേക്കൊന്നും ചെയ്യാൻ അവർക്കും പറ്റില്ല. അതിന് നിയമപരമായ ചില പ്രശ്നങ്ങൾ അതിനെ വെച്ചുകൊണ്ട് അവർ മാക്സിമം ചെയ്തു. ഇന്നലെ ഈ വിവരം കിട്ടുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്നു. അവർ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ബന്ധപ്പെട്ടതിന് ശേഷമാണല്ലോ വെടിവെക്കാനൊക്കെയുള്ള ഉത്തരവ് ഇറക്കുന്നത്. അപ്പം അങ്ങനെ നിയമപരമായ ചില തടസ്സങ്ങളല്ലാതെ അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ഉണ്ടല്ലോ, 2 ആഴ്ച മുമ്പേ ഉണ്ടല്ലോ, ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചല്ലോ ഈ വിഷയം. ഇവിടെ ഇങ്ങനെ ഉണ്ട് അതിപ്പോൾ അങ്ങ് പിന്നെ മുളിയാർ വഴി ഇങ്ങോട്ട് കടന്നു വന്നു, ബേഡകത്തുണ്ട്, അത് കുളത്തൂറാണ് ഉള്ളത് എന്ന് എത്രയോ ആളുകൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ ആളുകൾ നേരത്തെ കണ്ടുകൊണ്ടുണ്ട്. ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെട്ടുപോയത്. ആ പെട്ടതിനെയാണ് ഒന്ന് പിടിച്ച് ഫോറസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിൽ പരാജയപ്പെട്ടു. അവർ പറഞ്ഞല്ല, അങ്ങനെ സംഭവിച്ചല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണോ അതുള്ളത് അതിനെ ഉടനെ തന്നെ കീഴ്പ്പെടുത്തി ഉൾവനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. വയനാട്ടിൽ നിന്നെത്തിയ വനം വകുപ്പ് സംഘം മേഖലയിൽ തുടരുന്നുണ്ട്. പുലി ചാടിപ്പോയതിനാൽ ആശങ്കയിലാണ് സ്ഥലവാസികൾ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊളത്തൂർ, കരക്കയടുക്കം, ചളക്കാട്, വരിക്കുളം, ബാവിക്കരയടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലി ഭീഷണിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി. CPM കാസർഗോഡ് ജില്ലാ സമ്മേളന ചർച്ചയിൽ 35 പ്രതിനിധികൾ ആദ്യ ദിനത്തിൽ പങ്കെടുത്തു. 12 ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംസാരിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഗൗരവമായ ചർച്ച നടന്നതായും ജില്ലാ സെക്രട്ടറി. പൊതുവെ ഇന്ന് ചർച്ചയിൽ ഇന്നലെയും ഇന്നുമായി 35 സഹാക്കളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 12 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചു. അതിൽ പകുതിയും സ്ത്രീകളായിരുന്നു, വനിതാ സഹാക്കളായിരുന്നു. ഈ 35 സഹാക്കൾ നടത്തിയിട്ടുള്ള ചർച്ച, അതിൽ രാഷ്ട്രീയമുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിലെ സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സംഭവഗതികളുമായി ബന്ധപ്പെട്ടിട്ട് അവർ എത്തിയിട്ടുള്ള അവരുടെ അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട്. ചില തെറ്റാവാം, ശരിയാവാം, അതിന് മറുപടി പറയും. അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ടിൻ്റെ മുകളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നല്ല ഗൗരവമായ ചർച്ച നടന്നിട്ടുണ്ട്. പലർക്കും ആഗ്രഹിക്കുന്ന പോലെ ചർച്ച നടന്നിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിൽ പലരും ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ചർച്ചയൊന്നും ആടെ വന്നിട്ടില്ല. ഇന്നും എന്തോ പത്രത്തിൽ എഴുതി കണ്ടു, ഞാൻ വായിച്ചിട്ട്. അതൊന്നും ആടെ നടന്ന ചർച്ചയല്ല. നിങ്ങളിപ്പോൾ ചർച്ചയിൽ ഇങ്ങനെ കേട്ടാടി ഇരുന്ന് കേട്ട മതിയാണല്ലോ ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. അതൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഞങ്ങളാരും കേട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു ചർച്ച. പിന്നെ വിമർശനം ഉണ്ടാവുന്നേ, അതെന്താ, അത് ഈ പാർട്ടിയുടെ ഒരു സഹജ സ്വഭാവമില്ലേ. വിമർശനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ മാതിരിയുള്ള വിമർശനം. അങ്ങനെ വിമർശനം നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല, ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ കണക്ക് കൂട്ടി എഴുതാൻ പറ്റുന്നതിനൊരു പരിമിതി ഇല്ലേ? നിങ്ങളുടെ ഭാവന അനുസരിച്ച് ഇങ്ങനെ ആളുടെ പേരിൽ ചേർത്താൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ ഈ ചർച്ചയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതല്ല, ഞാനിപ്പോൾ മറുപടി പറയുമ്പോൾ തന്നെ അത് പറയും. ആ ചർച്ച ക്രിയേറ്റീവ് ഡിസ്കഷനായി. ഇന്നെല്ലാം പോരായ്മയുണ്ട്. ആ പോരായ്മ ഞങ്ങളുടെ കൂടി പോരായ്മയാണ്, അല്ലാണ്ട് ഇതെന്തോ ഒരു നേതൃത്വം ചെയ്യുന്ന പോരായ്മയല്ല. പാർട്ടിയിൽ അങ്ങനെയുണ്ട്. ട്രെയിനിനു നേരെ കല്ലെറിഞ്ഞ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി റോഹൻ റോയ്, ബദിയടുക്ക കുമ്പടാജി മൗവാറിലെ വി സുന്ദരൻ എന്നിവരാണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്.
ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ കേസിൽ അറസ്റ്റിലായ വെസ്റ്റ് ബംഗാൾ സ്വദേശി റോഹൻ റോയ്, ബദിയടുക്ക കുമ്പടാജെ മൗവാറിലെ വി സുന്ദരൻ എന്നിവരെയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള മെയിലിന് നേരെയാണ് കല്ലെറിഞ്ഞത്. പ്രതികൾക്കെതിരെ റെയിൽവേ നിയമപ്രകാരമാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബേക്കൽ ഡിവൈഎസ്പി വി മനോജിന്റെ നേതൃത്വത്തിലുള്ള ഇൻസ്പെക്ടർ KP ഷൈൻ, SI ബാവ അക്കരക്കാരൻ, സിവിൽ പോലീസ് ഓഫീസർ ഇൽസാദ് എന്നിവരും കാസർഗോഡ് RPF ഉദ്യോഗസ്ഥരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. ഹിന്ദുത്വ രാഷ്ട്രീയം നിലനിൽക്കുന്നത് BJPയുടെയും സംഘപരിവാറിന്റെയും സംഘടനാ ബലത്തിൽ മാത്രമല്ലെന്നും അത് ഇന്ത്യയുടെ ഭൂതകാലത്തിലും ചരിത്രത്തിലും ആഴത്തിൽ വേരാഴ്ത്തി നിലനിൽക്കുന്നതുമാണെന്ന സുനിൽ P. ഇളയിടം CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1984 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഈ സമയത്ത് പോലും ഹിന്ദുത്വ അടിത്തറ ശക്തമായിരുന്നുവെന്നും സുനിൽ P. ഇളയിടം പറഞ്ഞു. ബാലഗംഗാധര തിലകനും ലാലാ ലജ്പത് റായിയും ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയവർ കൂടിയാണെങ്കിലും ജാതീയതയെയും ഐക്യത്തെയും ഹിന്ദുത്വത്തിന് ശക്തി പകരുന്ന ആചാരങ്ങളെയും എതിർത്തില്ല. അക്കാലത്തും ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ദേശീയതയിൽ ഉറച്ചുനിന്നാണ് പ്രവർത്തിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധിജി കടന്നുവന്നതോടെ തീവ്ര ഹിന്ദുത്വ ദേശീയത ദുർബലപ്പെടുകയും സമരത്തിന് മാനവിക മുഖം കൈവരികയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംസ്കാരത്തെ സവിശേഷമായി പരിഗണിക്കുന്നത് പാർട്ടിക്ക് വളർച്ചയ്ക്ക് ഗുണകരമായ കുറേ പ്രവർത്തനങ്ങൾ സാംസ്കാരിക മേഖലയിൽ നടക്കുന്നല്ലോ എന്ന ഒരു തോന്നലിൻ്റെ പുറത്തല്ല. സംസ്കാരം എന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രധാനമായിരിക്കുന്നത്, മറിച്ച് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭൗതിക ശക്തികളിൽ ഒന്ന് ആ സമൂഹത്തിൻ്റെ ആശയമണ്ഡലമാണ് എന്ന തിരിച്ചറിവിലാണ്. മാർസിൻ്റെ വളരെ പ്രസിദ്ധമായ പഴയൊരു വാക്യം, ഒരു ജനത ഒരാശയം ഏറ്റെടുത്താൽ പിന്നെ ഈ ആശയം ഒരു ഭൗതിക ശക്തിയാണ്, അത് വെറും ഒരു ആശയമല്ല എന്ന് അദ്ദേഹം വളരെ മുമ്പ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാംസ്കാരിക സമ്മേളന ചടങ്ങിൽ അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KV സുജാത സ്വാഗതം പറഞ്ഞു. PVK പനയാൽ, EP രാജഗോപാലൻ, ഡോക്ടർ C ബാലൻ, അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, M രാഘവൻ, ജയചന്ദ്രൻ കുട്ടമത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നിലാമഴ ഗസൽ സന്ധിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സപ്ലൈ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് റേഷൻ കടകളോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. പാവപ്പെട്ട ജനതയുടെ അവശ്യ സാധനങ്ങളുടെ കേന്ദ്രമായ പൊതുവിതരണ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും സ്വകാര്യ കച്ചവടക്കാർക്ക് വേണ്ടി റേഷൻ സമ്പ്രദായത്തെ തകർക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും DCC പ്രസിഡന്റ് PK ഫൈസൽ ആരോപിച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങളുടെ ദൗർബല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് KPCCയുടെ ആഹ്വാനപ്രകാരം കാഞ്ഞങ്ങാട്, നീലേശ്വരം, ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണാസമരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു മാസക്കാലം ഈ മേഖലകളിലെല്ലാം റേഷൻ ഷോപ്പുകളിൽ, സപ്ലൈകോയിൽ, മാവേലി സ്റ്റോറുകളിലെല്ലാം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്ക് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തി. റേഷൻ ഉടമകൾക്ക് കമ്മീഷൻ ഇനത്തിൽ കോടി രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഈ 2 കാരണത്താൽ കഴിഞ്ഞ ഒരു മാസക്കാലം സാധനം വിതരണം ചെയ്യുന്ന ഏജൻസികൾ, റേഷൻ ഷോപ്പ് ഉടമകളെല്ലാം സമരത്തിൽ ഏർപ്പെടുകയും റേഷൻ ഷോപ്പുകളിൽ പോയപ്പോൾ ജനങ്ങൾക്ക് ഒരു അവശ്യ സാധനങ്ങൾ ലഭിക്കാതെ ജനങ്ങൾ ഏറെ വലയപ്പെട്ടു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ ബളൂർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി M അസ്നാർ, സേവാദൽ ബോർഡ് ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ, DCC സെക്രട്ടറിമാരായ PV സുരേഷ്, മാമുനി വിജയൻ, പ്രകാശൻ KP, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിന്ധു K, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. മടിയൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും KV വിജയൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമസഭ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി രൂപീകരണം 2025-26 ഭാഗമായി ഗ്രാമസഭ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് രജത ജൂബിലി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സംസ്കാര രംഗത്ത് നമ്മൾ വളരെയധികം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇനി അവിടെ നിന്നും നമുക്ക് അഡ്വാൻസ്ഡായ രീതിയിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി സാധിക്കണം. കാരണം നമ്മൾ ഇന്ന് പോകുക എന്നത് മാത്രമല്ല, നാളത്തേക്ക് കൂടി അത് കരുതി വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായി രൂപപ്പെടുത്താൻ നമുക്ക് എങ്ങനെ കഴിയും. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നെല്ലാം ശേഖരിക്കപ്പെടുന്ന മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ സംസ്കരിക്കാനും അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലും അതുപോലെ തന്നെ വരുമാനവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പദ്ധതികൾ എങ്ങനെ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹിമാൻ പദ്ധതി വിശദീകരണം നടത്തി. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫാത്തിമത്ത് ഷംന, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എം മാധവൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജ് അനീഷ് കുമാർ കെ എച്ച് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡി ഫേഷ്യൽ,
ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജുവലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. മുസ്ലിം ലീഗ് നേതാവ് പടന്നയിലെ VKP ഹമീദ് അലി വിടവാങ്ങി. 66 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. മരണവിവരമറിഞ്ഞ പടന്നയിലെ വീട്ടിൽ പുലർച്ചെ മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ്, കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ്, UDF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ചെയർമാൻ തുടങ്ങി നിരവധി സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് പടന്നയിലെ VKP ഹമീദ് അലി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പടന്ന മൈമ സ്കൂൾ ചെയർമാനും പടന്ന മദ്രസ കമ്മിറ്റിയിൽ ഉൾപ്പെടെ നിരവധി സംഘടനാ ഭാരവാഹിയുമാണ്. VKP ഹമീദ് അലിയുടെ നിര്യാണത്തെ തുടർന്ന് മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പരിപാടികളും 3 ദിവസത്തേക്ക് മാറ്റിവെച്ചതായി ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പടന്ന കൊട്ടയന്താറിലെ വീട്ടിലെത്തിയിരുന്നു. എന്നെ നെല്ലിക്കുന്ന് MLA, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനും സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ MP ജോസഫ്, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് A അബ്ദുറഹിമാൻ, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം എന്നിവർ അനുശോചിച്ചു. വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാലും സാംസ്കാരിക മേഖല എടുത്തു നോക്കിയാലും ഒക്കെ അതിന് നല്ല നേതൃത്വം നൽകാൻ ഹമീദ് അലിക്ക് കഴിഞ്ഞിരുന്നു. നിസ്വാർത്ഥനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കറകളഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അകവും പുറവും എല്ലാം ഒന്നായിരുന്നു. എല്ലാ ആളുകളോടും, അത് വലിയ ആളുകളായാലും ചെറിയ ആളുകളായാലും എല്ലാ ആളുകളോടും ഒരേപോലെ പെരുമാറാനും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാനും കഴിഞ്ഞിരുന്ന അനിത സാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഹമീദ് അലി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ മരണം നമുക്ക് എല്ലാവർക്കും വലിയ ഒരു സന്ദേശവും സൂചനയുമാണ് നൽകുന്നത്. DCC പ്രസിഡന്റ് PK ഫൈസൽ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളായ A ഹമീദ് ഹാജി, മുനീർ ഹാജി തുടങ്ങി നിരവധി നേതാക്കൾ പടന്നയിലെ വീട്ടിലെത്തിയിരുന്നു. PKC നാദ്രയാണ് ഭാര്യ. ഇർഷാദ്, ഇർഫാൻ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്ര അസംബ്ലി ശ്രദ്ധേയമായി. മിഷൻ സൗത്ത് 2025 ഭാഗമായാണ് വേറിട്ട പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചത്. കുട്ടികളിൽ ശരിയായ ശാസ്ത്രബോധവും ശാസ്ത്ര സ്നേഹവും വളർത്താൻ ലക്ഷ്യമിട്ട് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്ര അസംബ്ലി വേറിട്ട അനുഭവം സമ്മാനിച്ചു. ക്ലാസ് മുറികളിൽ നിന്ന് മാത്രം പഠിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല ശാസ്ത്ര പഠനമെന്നും ഇത്തരം അറിവുകൾ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രയോഗിക്കുന്നതിലൂടെ മാത്രമേ ശാസ്ത്രബോധമുള്ള സമൂഹം കെട്ടിപ്പൊക്കാനാകൂ എന്ന തിരിച്ചറിവാണ് ശാസ്ത്ര അസംബ്ലി എന്ന ആശയത്തിൽ എത്തിച്ചത്. ശാസ്ത്ര അറിവുകൾ നേടാൻ മാത്രമല്ല അത് പ്രയോഗിക്കാനും കൂടിയുള്ളതാണ്. ഈ തിരിച്ചറിവാണ് ഞങ്ങളെ ഇത്തരം ചിന്തയിലേക്ക് നയിച്ചത്. അറ്റൻഷൻ. സ്കൂൾ അസംബ്ലിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച് വ്യത്യസ്തമാർന്ന ശാസ്ത്ര വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് അസംബ്ലി. അസംബ്ലിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ശാസ്ത്ര മാജിക് ലഹരികൾക്കെതിരെ ശക്തമായ സാമൂഹ്യ സന്ദേശം കൈമാറുന്ന ഒന്നായി മാറി. മക്കളെ, ആ എന്ന് വിളിക്കുന്നൊന്ന് ശ്രദ്ധിക്കുക. കാണും എന്താണ് സംഭവിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ. അത്ഭുതകരമായ ദൃശ്യം ഇതാ മേൽക്കൊണ്ട് നിൽക്കുക. ലഹരിക്കെതിരെ ബോധവൽക്കരണ സ്തൂപം ശാസ്ത്ര മാജിക്കിലൂടെ ജ്വലിച്ചപ്പോൾ കുട്ടികളുടെ അമ്പരപ്പും ആകാംക്ഷയും ഇരട്ടിയായി. ജ്വലിക്കുന്ന ശാസ്ത്രസ്തൂപം, ശാസ്ത്രം സത്യമാണ് പോസ്റ്റർ ക്യാമ്പയിൻ,
ലിറ്റിൽ സയന്റിസ്റ്റുകളുടെ പരീക്ഷണ അവതരണങ്ങൾ, ശാസ്ത്രജ്ഞരുമായി സംവദിക്കൽ, പരിസ്ഥിതി ഗാനം, നൂതന ശാസ്ത്ര വാർത്തകൾ ഉൾപ്പെടുത്തി ശാസ്ത്ര വാർത്ത വായന, ശാസ്ത്രദിന ചൈതന്യം, ശാസ്ത്രചിന്ത പങ്കുവയ്ക്കൽ തുടങ്ങിയ ഇനങ്ങൾ ശാസ്ത്ര അസംബ്ലിയെ മികവിൽ മികച്ചതാക്കി. മിഷൻ സൗത്ത് 25ന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ ഭാഷാ അസംബ്ലിയും ക്ലാസ് അസംബ്ലിയും നടന്നുവരികയാണ്. ശാസ്ത്ര അസംബ്ലി എന്ന പുതുമയാർന്ന ആശയത്തിന് സ്കൂളിലെ കുട്ടികളിലൂടെ ജീവൻ വെച്ചപ്പോൾ ഏറ്റവും ശക്തമായ ശാസ്ത്ര അസംബ്ലി അവതരിപ്പിക്കപ്പെട്ടു. പ്രധാനാധ്യാപകൻ അബ്ദുൽ ബഷീർ അസംബ്ലി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നമ്മുടെ GVHSS കാഞ്ഞങ്ങാട് എന്ന മഹത്തായ പൊതുവിദ്യാലയം ഓരോ ദിവസവും പുതുചരിത്രങ്ങൾ രചിക്കുക. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മള് ഭാഷാ അസംബ്ലികളിലൂടെ അമ്പരപ്പിച്ചുവെങ്കിൽ ഇന്നിതാ ശാസ്ത്ര അസംബ്ലി എന്ന പൊതു രംഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സ്കൂൾ ലീഡർ ലസ്ന അസംബ്ലി ഓർഡർ നൽകി. 10ാം തരം വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി KV അസംബ്ലി ആങ്കറിംഗ് നടത്തി. കുട്ടികളായ ദേവഹർഷ അശോക്, ദയാ സന്തോഷ്, ദൃശ്യ താര, അനന്യ, ഭവ്യനന്ദ, ശിഖ, നിദ ഫാത്തിമ, ശ്രേയസ്, ധനഞ്ജയ് പ്രദീപ് എന്നിവർ വിവിധ ശാസ്ത്ര അവതരണങ്ങൾ നടത്തി. GVHSS കാഞ്ഞങ്ങാടെന്ന ഈ മഹത്തായ പൊതുവിദ്യാലയം ഈ വർഷം മിഷൻ സൗത്ത് 25 എന്ന പേരിൽ വളരെ ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിരവധി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാലയത്തെ അടയാളപ്പെടുത്താനും നമ്മുടെ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വ്യത്യസ്തമായ ഭാഷകളെ അധികരിച്ചുള്ള ഭാഷാ അസംബ്ലികളാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ നൂതനമായ മറ്റൊരു അസംബ്ലിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ശാസ്ത്ര അസംബ്ലി. ശാസ്ത്ര തത്വങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ അത് കുട്ടികളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും എത്തിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് ഈ ശാസ്ത്ര അസംബ്ലിയിലൂടെ നമ്മൾ കൈവരിക്കുന്നത്. തീർച്ചയായും ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ശാസ്ത്ര അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്, ബാക്കി അതിന് പിന്തുണ നൽകിയ രക്ഷിതാക്കളുണ്ട്, PTA, SMC, മദർ PTA സംവിധാനങ്ങളുണ്ട്. ഇവരെല്ലാവരെയും ഈ സമയത്തെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. സയൻസ് ക്ലബ് കൺവീനർ രജിത ടീച്ചർ സംസാരിച്ചു. സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടെ അവതരിപ്പിച്ച ശാസ്ത്ര അസംബ്ലി മിഷൻ സൗത്ത് പദ്ധതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയായി മാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2 ദിവസങ്ങളിലായി വ്യത്യസ്തത പുലർത്തുന്ന 400-ൽ പരം ചിത്രങ്ങളും 200ഓളം ചിത്രങ്ങളും ഉൾപ്പെടുത്തി വേറിട്ട ചിത്രശില്പ പ്രദർശനത്തിന് ചീമേനി ചെമ്പ്രക്കാനം ചിത്രശില്പ കലാ അക്കാദമിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 9, 10 തീയതികളിൽ നടക്കുന്ന പ്രദർശനം ചിത്രശില്പ ചരിത്ര ഗവേഷകൻ KK മാരാർ ഉദ്ഘാടനം ചെയ്യും. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരൂപങ്ങളും രാഷ്ട്രനായകരും മോഡേൺ ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 9 രാവിലെ 11 മണി മുതൽ ആരംഭിക്കുന്ന ശില്പചിത്ര പ്രദർശനം വൈകുന്നേരം 4 മണിക്ക് ദക്ഷിണേന്ത്യൻ ചിത്രശില്പ ചരിത്ര ഗവേഷകൻ KK മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3/24 സമയത്ത് നടന്ന ദേശീയ ഇന്ത്യ ഗവൺമെന്റ് ടാലന്റ് റിസോഴ്സ് അവാർഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ അതിന്റെ റിസൾട്ട് 25-ലാണ് വന്നത്. അത് ഇന്ത്യയിൽ 6 പേർക്ക് ലഭിച്ചപ്പോൾ 4 പേർക്ക് കേരളത്തിൽ, ആ 4 പേരും നമ്മുടെ വിദ്യാർത്ഥികളാണ്. അവരെയും അന്ന് അനുമോദിക്കുന്നുണ്ട്. ഒപ്പം ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച അതിരുകളില്ലാത്ത ലോക സമാധാനം എന്ന ജലഛായ ചിത്രത്തിന് തൃക്കരിപ്പൂർ വെച്ച് 1ാം സമ്മാനം ലഭിച്ചു. ആ പെയിന്റിങ് ജില്ലാ തലത്തിൽ ലയൺസിന്റെ ഡിസ്ട്രിക്ട് ലെവൽ 5 ജില്ലകളിൽ ചേർന്നതാണ്. 5 ജില്ലകളിൽ നിന്ന് ഈ അത്ര എന്ന് പറയുന്ന കുട്ടിയുടെ ജലഛായമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചീമേനി ചെമ്പക്രാനം ചിത്രശില്പ കലാ അക്കാദമിയിൽ പഠിക്കുന്ന 70-ൽ പരം വിദ്യാർത്ഥികളാണ് ചിത്രങ്ങളും വിവിധ ശില്പങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ, CV വിനയചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാവും. തുടർന്ന് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം മുൻ MP P കരുണാകരൻ നിർവഹിക്കും. ശില്പകലയിൽ ദേശീയ ടാലന്റ് റിസോഴ്സ് സ്കോളർഷിപ്പ് നേടിയ അക്കാദമി വിദ്യാർത്ഥികളെയും ലയൺസ് ക്ലബ്ബ് നടത്തിയ ചിത്രരചനാ വിജയിയെയും ചടങ്ങിൽ അനുമോദിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചിത്രശില്പ പ്രദർശനം കാണാൻ പൊതുജനങ്ങൾക്കും സൌകര്യമൊരുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പ്രദർശനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകും. ചിത്രശില്പകലാ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ നേട്ടം കൈവരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അക്കാദമി ചെയർമാൻ രവീന്ദ്രൻ തൃക്കരിപ്പൂർ, രക്ഷാധികാരി M പവിത്രൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
രാവണീശ്വരം നാരന്തട്ട തറവാട് പ്രതിഷ്ഠ മഹോത്സവത്തിന്റെ ഭാഗമായി ആചാര്യ വരവേൽപ്പ് നടന്നു. തുടർന്ന് വിശേഷാൽ പൂജകളും നടന്നു. രാവണീശ്വരം നാരന്തട്ട തറവാട് സംരക്ഷണ സമിതി പ്രതിഷ്ഠ കലശ മഹോത്സവ ഭാഗമായി ആചാര്യ വരവേൽപ്പ് നടന്നു. പൂർണ്ണകുംഭത്തോടും കൂടി താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി തന്ത്രീശ്വരന്മാരെ ആളിൻ കീഴിൽ നിന്നും തറവാട്ടിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ഫെബ്രുവരി 7 വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം, കലശപൂജ, പ്രസാദ പ്രതിഷ്ഠ, തുടർന്ന് ലളിത സഹസ്രനാമം എന്നിവ നടക്കും. പകൽ 1 മണി മുതൽ 2:30 വരെയുള്ള രോഹിണി നക്ഷത്രം എടവം രാശി ശുഭമുഹൂർത്തത്തിൽ നാരന്തട്ട ചാമുണ്ഡി അമ്മയുടെ പ്രതിഷ്ഠ, തുടർന്ന് കലശാഭിഷേകം, അരിത്രാവൽ, മഹാപൂജ, നിത്യനൈമിത്യം നിശ്ചയിക്കൽ, പ്രസാദ വിതരണം, അന്നദാനം എന്നിവ നടക്കും. ഫെബ്രുവരി 11 ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആദരിക്കൽ ചടങ്ങ്, തറവാട് കുടുംബാംഗങ്ങൾക്കുള്ള ഭണ്ഡാര വിതരണം, രാത്രി 8 മണിക്ക് നാരന്തട്ട ചാമുണ്ഡി അമ്മയുടെ തേടങ്ങൽ, 9 മണിക്ക് പൊട്ടൻ തെയ്യം കൂടൽ, തുടർന്ന് നാരന്തട്ട തറവാട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. ഫെബ്രുവരി 12 ബുധനാഴ്ച പൊട്ടൻ തെയ്യവും നാരന്തട്ട ചാമുണ്ഡിയമ്മയും അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം
സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ് കോട്ടച്ചേരി, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ, ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് കടപ്പുറം വടക്കേ വീട് തറവാടിൽ നാഗപൂജ നടന്നു. പട്ടേന കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം വടക്കേ വീട് തറവാട്ടിൽ പട്ടേന കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാഗപൂജ നടന്നു. കാഞ്ഞങ്ങാട് കടപ്പുറം വടക്കേ വീട് തറവാട്ടിൽ കാലത്താർ കഴിച്ചു വരാറുള്ള തെയ്യംകെട്ട് മഹോത്സവമാണ് ഇന്ന് രാവിലെ മുതൽ ഗണപതി ഹോമത്തോടു കൂടി പട്ടേന ശ്രീകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാഗപൂജയും അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് ഇന്ന് രാത്രി 10-12 മണിയോടുകൂടി ഇവിടെ നടത്തി വരാറുള്ള പൊട്ടന്തെയും. പൂജയിൽ പ്രദേശത്തെ നിരവധി ഭക്തർ പങ്കെടുത്തു. തറവാട് കമ്മിറ്റി പ്രസിഡന്റ് വി പ്രദീപ്, വി വി സുഹാസ്, വി വി ബാബു, പ്രജീഷ്, എച്ച് ബാലൻ, വി വി വിശ്വൻ എന്നിവർ നേതൃത്വം നൽകി. മാണിക്കോത്ത് മുണ്ടേൽ വീട് തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. മാണിക്കോത്ത് ശ്രീ മുണ്ടേൽ വീട് തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ബുധനാഴ്ച പൂമാരുതൻ, രക്തചാമുണ്ടി, ആയിറ്റി ഭഗവതിയും ഗുളികനും, കുണ്ടാർ ചാമുണ്ടി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി. തുടർന്ന് വിഷ്ണുമൂർത്തി, ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും ഗുളികനും അരങ്ങിലെത്തി. വൈകുന്നേരം 4 മണിക്ക് ഗുളികന്റെ വടക്കേൻ വാതിൽ കർമ്മം, 5 മണിക്ക് വിളക്കിലരിയോടുകൂടി ഉത്സവം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കൊളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ ബുധനാഴ്ച രാത്രി കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. മയക്കുവെടി വയ്ക്കുന്നതിലൂടെ പുലി രക്ഷപ്പെട്ടുവെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ആശങ്കയിൽ പ്രദേശവാസികൾ. CPM കാസർഗോഡ് ജില്ലാ സമ്മേളന ചർച്ചയിൽ 35 പ്രതിനിധികൾ ആദ്യ ദിനത്തിൽ പങ്കെടുത്തു. 12 ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംസാരിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രെയിനിനു നേരെ കല്ലെറിഞ്ഞ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി റോഹൻ റോയ്, ബദിയടുക്ക കുമ്പടാജി മവാറിലെ വി സുന്ദരൻ എന്നിവരാണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സപ്ലൈ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. സംസ്ഥാനത്തെ റേഷൻ കടകളോട് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന ആരോപണവുമായി പ്രതിഷേധക്കാർ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമസഭ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നേതാവ് പടന്നയിലെ VKP ഹമീദ് അലി വിടവാങ്ങി. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്ര അസംബ്ലി ശ്രദ്ധേയമായി.
വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.